ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു വൈബ്സ് വിത്ത് ദേവി. ഇന്ന് ഞാനിവിടെ മാർബിൾ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഞാനിവിടെ അരിക്കുന്നില്ല, ഒന്നെല്ലാം കൂടി മിക്സാക്കി വെക്കുന്നേ ഉള്ളൂ. പിന്നെ വേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചിട്ടെടുക്കുക. ഞാനിവിടെ 1 കപ്പ് മുഴുവനായിട്ടും എടുക്കുന്നില്ല പഞ്ചസാര, അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ എടുക്കുന്നത് 4 മുട്ടയാണ്. പിന്നെ അതിൻ്റെ കൂടെ പഞ്ചസാര പൊടിച്ചതും വാനില എസൻസും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് മിക്സിയിലും വിസ്ക് ഉപയോഗിച്ചിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ മുട്ടയുടെ മഞ്ഞ കളറൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, മഞ്ഞ കളറൊന്നുമില്ല. അപ്പോൾ ഇനി വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ഇത് 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് എടുക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണ്ടത്ര എടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നാൽ മതി കേട്ടോ. ഇനി കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തെടുക്കാം. ഇങ്ങനെ പതുക്കെ വേണം മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ സ്പീഡിലൊന്നും മിക്സാക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാനിത് സ്പീഡ് കൂട്ടാതെ ഇങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളത്. ഇതെല്ലാം കൂടി മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ചിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ. ഞാനിവിടെ പകുതി എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് പകുതി, ചോക്ലേറ്റിനുള്ളത് പകുതിയും. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ടുണ്ട്. ഇതും വളരെ പതുക്കെ വേണം കേട്ടോ മിക്സാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ 2 ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ലോഫ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഡിസൈൻ ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. എനിക്കിവിടെ 30 മിനിറ്റ്സ് ആണ് എടുത്തത്. എല്ലാവർക്കും ഇതേ ടൈമിൽ കിട്ടണമെന്നില്ല. കാരണം പാത്രത്തിൻ്റെയും ടിന്നിൻ്റെയും ഫ്ലെയിമിൻ്റെയും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇതുപോലെ ബേക്ക് ആയിട്ടുണ്ടോ നോക്കിയിട്ട് എടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.